ചേടാ മടി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. പ്രത്യേകിച്ച് മടി മാത്രമല്ല, വേറൊരു വർക്കും കൂടി നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതായി. ഇതിനെ മുന്നേ എടുത്തൊരു വീഡിയോ കേട്ടോ. നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോയതാണ്. ഒരു 1 മന്ത് ആവുന്നേ ഉള്ളൂ ഇത് പോയിട്ട്. അപ്പം എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അന്നെടുത്ത വീഡിയോ ആണ്. അപ്പം നമ്മൾ പോയ പാടെ തന്നെ KFC പോയി, KFC കഴിച്ചു. അതിന് ശേഷം നമ്മൾ ഗ്രീൻസ് പോയി, ജസ്റ്റ് ഐസ്ക്രീമും പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടാവില്ല, സെൻസിറ്റീവ് സ്കിന്നിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് കുറേ ഒന്ന് പറഞ്ഞു തന്നു. നമ്മളതൊക്കെ കേട്ടു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഐസ്ക്രീം വാങ്ങിയിട്ട് അവിടെ തന്നെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇനി അടുത്ത ലൊക്കേഷൻ പിടിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചു. അതിനിടയിലാണ് ഓർമ്മ വന്നത്, നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതായത് ഈ ജേഴ്സി ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്കിതാ പഴയ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഫുൾപാത്ത് ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടത്തേക്ക് പോയേട്ടോ. അവിടെ നിന്ന് നല്ല ജേഴ്സിയൊക്കെ വാങ്ങി പിന്നെ നേരെ വിട്ടത് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വിട്ടിട്ടില്ല, നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലേക്കാണ്. അപ്പോൾ ഇതാ ഇവിടെ ഐ ലവ് കണ്ണൂർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ പോയി ഇറങ്ങി നമ്മുടെ സ്വന്തം പയ്യാമ്പലം ബീച്ചിലേക്ക്. പയ്യാമ്പലം ബീച്ചിൽ നിന്ന് കാണാൻ നല്ല കാഴ്ചകളുണ്ടായിരുന്നു. കാരണം ഈവനിങ് ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എപ്പോഴും ആളുണ്ടാവാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ നമ്മൾ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ 3 ആളും കുടിക്കാനൊക്കെ ഒരു എന്താ പറയുക, നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഔട്ടിങ്ങിന് ഇപ്പം 2ാമത്തെ തവണയാണ്. കാരണം ഇവർ 2 പേരും കുറച്ച് ദൂരെയാണ്, കണ്ണൂരിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് പോകണം, നമ്മൾ ഇരിട്ടി ഭാഗത്തേക്ക് പോകണം. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുത്തുന്നത് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അങ്ങനെ പ്ലാനിങ് ഒരുപാടൊന്നും നീട്ടിപ്പോവാതെ വേഗം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കാരണം പ്ലാനിങ് പലപ്പോഴും മുഞ്ചിപ്പോക്കാണ്. അപ്പം നമ്മൾ പ്ലാനിങ് സക്സസ്സായി. അങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കടൽ കണ്ടപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ ചെരിഞ്ഞിട്ടും വലഞ്ഞിട്ടും അങ്ങനെ പല രീതിയിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. അവസാനം ഓരോ കൈതച്ചക്കയും വാങ്ങി കഴിച്ചിട്ട് അവിടെ നിന്ന് നല്ല സ്ഥലം വിടുകയാണ്. ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ പോസ് എന്ന് പറയുന്നത്. കാരണം അതിന് ശേഷം നമ്മൾ ഫോണ് സ്വിച്ച് ഓഫ് അയച്ചെടുക്കാനോ പിന്നെ വീട്ടിലേക്കൊന്ന് വിളിച്ച് ചോദിക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ. രാവിലെ തൊട്ടിട്ടേ ഇതേ ഒരു വീഡിയോ എടുക്കലും ഷൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.